ഇല്ലായ്മകളിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരുന്നതാണ് ജനപ്രിയ നായകന്റെ ജീവിതം. എന്നാൽ ഇപ്പോൾ വില്ലനായി മാറുന്ന ട്വിസ്റ്റാണ് ദിലീപിന്റെ ജീവിതത്തിൽ നടന്നത്. ഗോപാലകൃഷ്ണൻ എന്ന മിമിക്രിക്കാരനായിരുന്നു ദിലീപ്. അവിടുന്നാണ് തുടക്കം. പിന്നീട് പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ കമലിന്റെ അസിസ്റ്റന്റായി സിനിമാ ലോകത്തേക്ക് എത്തി. അതിനുശേഷം സഹനടനായും പ്രധാന കഥാപാത്രമായും ദിലീപ് ബിഗ് സ്ക്രീനിൽ വെട്ടിത്തിളങ്ങി. ഇപ്പോൾ ഇതാ യഥാർത്ഥ കഥ പറഞ്ഞ തങ്കമണി എന്ന ചിത്രത്തിന് ശേഷം ദിലീപ് നായകനായി എത്തുന്ന ചിത്രമാണ് പവി കെയർടേക്കർ. വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഫ്ളാറ്റിലെ കെയർടേക്കറിന്റെ ജീവിതവും പ്രണയവുമാണ് സിനിമ പറയുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യമുള്ള സിനിമ ഇപ്പോൾ ദിലീപിന്റെ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഏപ്രിൽ 26-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ 5 പുതുമുഖ നായികമാരാണ് ഉള്ളത്. ജൂഹി ജയകുമാർ, ശ്രേയ രുക്മിണി, റോസ്മിൻ, സ്വാതി, ദിലീന രാമകൃഷ്ണൻ എന്നിവരാണവർ. ജോണി ആന്റണി, രാധിക ശരത് കുമാർ, ധർമ്മജൻ ബോൾഗാട്ടി, സ്ഫടികം ജോർജ് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അരവിന്ദിന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് പവി കെയർടേക്കർ. കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ച മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. 5 സുന്ദരികളും ദിലീപും ചിരികളുടെ മാലപ്പടക്കവും കൊണ്ട് തിയേറ്ററുകളിലെത്തുകയാണ്. ദിലീപ് നേരിടുന്ന തിരിച്ചടികൾക്കൊരു മറുപടിയായിരിക്കും ഈ സിനിമ എന്നതും ശ്രദ്ധേയമാണ്.